അത് എല്ലാവരുടെ അടുത്ത് എത്തിക്കാനാണ്. അപ്പോൾ നമുക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ നമ്മുടെ ഭയങ്കര സ്പെൻഡ് ചെയ്ത് ഒരു ഹോട്ടലിലൊക്കെ വെച്ച് നടത്തുന്നേക്കാളും എന്തുകൊണ്ടും അടിപൊളിയാണ്. വീട്ടിൽ നമുക്ക് കോസ്റ്റും കുറവാണ്. 4 മെഴുകുതിരിയും ഇതുപോലെ ചിക്കനോ കാടയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ആംബിയൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നല്ല റോക്കിംഗ് ആംബിയൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ പൊളിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ഈ കാട ഇതുപോലെ ഗ്രിൽ ചെയ്തിട്ട് ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ വീടിന്റെ മേലെ എൻജോയ് ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷെ ഞങ്ങളെ ഇതിന് സഹായിച്ചത് യൂട്യൂബ് ചാനലാണ്. അല്ലെങ്കിൽ നട്ടപ്പാതിരക്ക് ഇതുപോലെ കാൻഡിൽസും കത്തിച്ച് വെച്ച് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വട്ടാന്നേ എല്ലാവരും പറയുള്ളൂ. സത്യം. ഹലോ, ഞാൻ തന്നെയാ ജിമിയുടെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ജിതി ഒരു ഹായ് പറഞ്ഞേ. നമസ്കാരം. ഇന്ന് ശനിയാഴ്ച അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനായിട്ടുള്ള പരിപാടിക്ക് ഇറങ്ങി. അതെ, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയുടെ സ്റ്റോക്കും തീർന്നു. പിന്നെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, ഇതാണ് ചന്തയുടെ വഴി. ചേർപ്പ് ചന്തയിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. ഇന്ന് വീക്കെൻഡായിട്ട് ഞങ്ങൾക്ക് 1-2 വീഡിയോസ് ചെയ്യണം. അപ്പം അതിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുള്ളൂ. അപ്പം അത് വാങ്ങാൻ പോവുക. അപ്പം നമുക്ക് ചേർപ്പിച്ച് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ വരാം കേട്ടോ. നല്ല പൈസ എടുത്തുണ്ടോ? ഇതാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ അങ്ങനെയാണേ. ഞാൻ കാർഡ് എടുക്കില്ല. ഇന്നത്തെ ചേട്ടൻ ചിലപ്പോൾ അടിക്കാണ്ട് നോക്കിയേക്കോ കേട്ടോ. കാർഡ് ചന്തിച്ചൊന്ന് കാർഡ് കൊടുത്താൽ മതി. ഇതാ നമ്മളിവിടെ കാടയൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള കനലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് കത്തി സെറ്റിലാവുമ്പോഴേക്കും എല്ലാം നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. പൊടികളോ ഫ്ലേവേഴ്സോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ അല്ല, മറിച്ച് നല്ലൊരു മൊമെൻ്റ് നമ്മുടെ ലൈഫിൽ എങ്ങനെ ഉണ്ടാക്കാം, അത് ഇവൻ നട്ടപ്പാതിരയാണെങ്കിൽ പോലും നമുക്ക് എങ്ങനെ ഹാപ്പി ആയിരിക്കാം, വല്ലപ്പോഴൊക്കെ കുറച്ച് ടൈം നമുക്ക് എങ്ങനെ മാറ്റി വയ്ക്കാം എന്ന് നമുക്ക് റിയലൈസ് ചെയ്യിപ്പിച്ചിരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ ലൈഫിലെല്ലാവരും അത് കുറച്ചും കൂടി കൊണ്ടുവരാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അന്ന് കാണിച്ചെന്ന് മാത്രം. ഓൾറെഡി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോറി, ബ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോട്ടനാണ് കേട്ടോ യൂസ് ചെയ്തത്. നമ്മൾ ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല ചൂടുണ്ട് അത്യാവശ്യം. അപ്പോൾ അതാ കാട നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചേക്കുകയാണ്. നന്നായിട്ട് നല്ല ആവി വരുന്നുണ്ട്, കണ്ടില്ലേ? വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരികയാണ്. ഗ്രില്ല് ചെയ്ത് നോക്കിയിട്ടില്ല. ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഫ്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഗ്രില്ല് ചെയ്തിട്ടില്ല. ഗ്രില്ല് ചെയ്യണത് ഫസ്റ്റ് ടൈമാണ്. ഓ ശരിയാണ്. ഞങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാൻ നമ്മുടെ ഇവിടെ നിന്ന് ഗ്രില്ല് ചെയ്യാനായിട്ട് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നത്, മെയിനായിട്ട് സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് പറഞ്ഞില്ല എന്ന് വേണ്ട. ഇത് ഈ എക്യുപ്മെന്റ്, ഈ സംഭവം തന്നത് ദിനസാണ്. അവനോട് ഞങ്ങൾ വലിയൊരു നന്ദി അർപ്പിച്ചു. നമ്മുടെ സ്വന്തം ദിനസാണ്. അതെ, എന്ത് മോശം കമന്റ് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടും എല്ലാ വീഡിയോ കണ്ടും ഇട്ട് കഴിഞ്ഞാലും ഞങ്ങളൊന്നും ഈ സംഭവം തിരിച്ചു തരില്ല. കാരണം ഞങ്ങളിത് എവിടേക്കൊക്കെ പോകുന്നു അതൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഗ്രില്ല് ചെയ്ത് ഇങ്ങനെ നടക്കും. അവൻ തിരിച്ചു മേടിക്കും എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്, പക്ഷെ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ടൈം പിടിക്കും. നല്ല ചൂടുണ്ട്. ഈ ഒരു ഹൈറ്റിൽ പിടിക്കുമ്പോൾ തന്നെ നല്ല ചൂടുണ്ട്. കൈ വെക്കാൻ പറ്റില്ല കുറച്ച് നേരം.
നല്ല ചൂടുണ്ട്. എന്തായാലും ഇവന് ഏകദേശം ആയിട്ടുണ്ട്. കാരണം ഫ്ലഷ് ഒക്കെ ഇങ്ങനെ വിട്ട് പോന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഒന്നുകൂടി ആയിക്കോട്ടെ. നമ്മൾ ഇതുവരെ ചെയ്യാത്ത കാരണം നമുക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. അത്യാവശ്യം ടെൻഷനുണ്ട്. നിങ്ങളുടെ അടുത്ത് പറയും, ഇതുപോലെ ചെയ്യാനായിട്ടുള്ള ഒരു അഡ്വൈസ് നമ്മൾ തരും. അത് എങ്ങനെയുണ്ട് നോക്കിയിട്ട് നമ്മൾ പറയാം. ഇത്രയൊക്കെ നമ്മുടെ ചെയ്തത് നമ്മുടെ വീടിൻ്റെ ടെറസിൽ മാത്രം ഇരുന്നിട്ടാണ്. ഒരു ടേബിള് അല്ലെങ്കിൽ ചിക്കനോ എന്താണെന്ന് വെച്ചാലും വെച്ചിട്ട് നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് കല്യാണം കഴിഞ്ഞവരോ, കല്യാണം കഴിഞ്ഞൊരു 5-10 വർഷം കഴിഞ്ഞവരോ, 15 വർഷം കഴിഞ്ഞവരോ, 20 വർഷം കഴിഞ്ഞവരോ മിക്കവരും ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ തന്നെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ല, നമുക്ക് തന്നെ നമ്മളെ പിടിക്കേണ്ടിയോ. അപ്പോൾ പിന്നെ നമ്മുടെ പാർട്ട്ണറിൻ്റെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു റിഫ്രഷ്മെൻറ്റ് പോലെ ഇങ്ങനെ എന്നൊരു കൂടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് എല്ലാവരുടെ എത്തിക്കാനാണ്. അപ്പോൾ നമുക്കൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ നമ്മുടെ ഭയങ്കര സ്പെൻഡ് ചെയ്ത് ഒരു ഹോട്ടലിലൊക്കെ വെച്ച് നടത്തുന്നേക്കാളും എന്തുകൊണ്ടും അടിപൊളിയാണ്. വീട്ടിൽ നമുക്ക് കോസ്റ്റും കുറവാണ്. 4 മെഴുകുതിരിയും ഇതുപോലെ ചിക്കനോ കാടയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മാത്രമേ വേണ്ടി വരുള്ളൂ. പിന്നെ ഇത് ഒഴിച്ചു വെച്ചത് മദ്യമല്ല, ലെമൺ ജ്യൂസാണ്, തെറ്റിദ്ധരിക്കരുത്. സോഡ കിട്ടണമെന്നായിരുന്നു, പക്ഷേ സോഡ കിട്ടിയില്ല. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ബബിൾസൊക്കെ നല്ല കുറച്ചും കൂടി അടിപൊളിയായാണ്. എന്നാലും അടിപൊളിയാണ് അല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അധികം നേരം കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. കാടയാണല്ലോ. ജിതിന് ഓൾറെഡി ടേസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ജിതി വായോ. സത്യം ഇത് ഞങ്ങളുടെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ. നമ്മുടെ ഭാര്യമാരൊത്ത് ഒരിക്കലെങ്കിലും വീട്ടിൽ തന്നെ ഇതുപോലൊരു സംഭവം ചെയ്ത് നോക്കിയേ പറ്റൂ. ഭാര്യമാര് പറയാൻ പറ്റില്ല. അതെ. ലെമൺ ജ്യൂസ് ആണോ? ലെമൺ ജ്യൂസ് ഇത് നിങ്ങളുടെ ഹോട്ടൊന്നല്ല കേട്ടോ, സംഭവം ലെമൺ ജ്യൂസ് ആണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാട ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കുന്നത്. സംഭവം ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് അത്ര ക്ഷമയുണ്ടായിരുന്നില്ല. കഴിച്ചോടത്തോളം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതല്ല, ഞാൻ നിങ്ങളുടെ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്നാൽ തന്നെ ഈ ഒരു ആംബിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഏത് സാധനമായാലും ടേസ്റ്റ് ആയിട്ട് തോന്നും. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഇങ്ങനെ ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ആംബിയൻസ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആണെങ്കിൽ നല്ല റോക്കിംഗ് ആംബിയൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ പൊളിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക്. ഈ കാട ഇതുപോലെ ഗ്രില്ല് ചെയ്തിട്ട് ഒരു ലൈഫിൽ ഒരിക്കലെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് കാൻഡിൽ ലൈറ്റ് ഡിന്നർ വീടിൻ്റെ നല്ല എൻജോയ് ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. പക്ഷെ ഞങ്ങളെ ഇതിന് സഹായിച്ചത് യൂട്യൂബ് ചാനലാണ്. അല്ലെങ്കിൽ നട്ടപ്പാതിരക്ക് ഇതുപോലെ കാൻഡിൽസും കത്തിച്ച് വെച്ച് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പും ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വട്ടാന്നേ എല്ലാവരും പറയുള്ളൂ. സത്യം. അപ്പം ഞാൻ മാത്രം കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉണ്ടാക്കാനായിട്ട് ഇരിക്കേണ്ട അവസ്ഥ വന്നേനെ. അപ്പം ഇതിന് സത്യാവസ്ഥ പറഞ്ഞോളൂ. ഇതുപോലെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ഭർത്താക്കന്മാരും തിങ്ക് ചെയ്യുക. അതെനിക്കറിയാം. എനിക്ക് ഇത്തിരി ജ്യൂസ് ഒഴിച്ചതായോ? ഇത്തിരി ജ്യൂസ് ഒഴിച്ചതാണ്. നല്ല ജ്യൂസ് കഴിഞ്ഞു. ജ്യൂസ് അത്ര കുടിച്ചാൽ മതി. അപ്പൊ അങ്ങനെ കാര്യങ്ങള്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നല്ല രസമാണ് കേട്ടോ. ഇതൊക്കെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമല്ലേ. നല്ല രസമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, റൊമാൻറ്റിക് ആണ്, എന്താ പറയാ, വേറെ എന്തൊക്കെയാണ്. അപ്പോ എന്തായാലും കാട പൊളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ ഒരു ആംബിയൻസ് നിങ്ങൾ പറ്റിയ ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണ്. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കണ്ട, അതിനൊരു അവസരം എനിക്ക് തന്നില്ല എന്നാണ് പറയേണ്ടത്. എങ്ങാനും വന്നിട്ട് ഈ പരിസരത്തേക്ക് ഞാൻ വരില്ല എന്നും പറഞ്ഞു. ഈ ആളുകൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാ. അടിപൊളിയാണ്, അടിപൊളിയാണ്. സമ്മതിച്ചു. ഒരു സാധനം മിസ്സിംഗ് ഉണ്ട് കേട്ടോ. കുറച്ച് മയണൈസ് ഉണ്ടെങ്കിൽ പൊളിച്ച്. അപ്പൊ നിങ്ങള്, ഞാൻ ഇത് കുറ്റായിട്ട് പറയുന്നല്ല, നിങ്ങള് ഇതുപോലെ കാട ഫ്രൈ ചെയ്യുമ്പോൾ സോസ് അടിയിലുണ്ട്. സോസ് വേണ്ട വെച്ചിട്ടാണ് കുറച്ച് മയണൈസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, അതിങ്ങനെ ഒരു ലേശം തൊട്ടിങ്ങനെ കഴിക്കാം. മൈനസ് ഉണ്ട് എന്നുള്ളൊരു
ഫീലിലാണ് കഴിക്കുന്നത്. കഴിക്കാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, അത് മറക്കണ്ട. ആ ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പൊളി സാധനമായി മാറും. അപ്പോൾ പിന്നെ കാട എല്ലാവരും ട്രൈ ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അല്ലേ. ഈ വീഡിയോ കുറച്ച് പേർക്ക് ഇഷ്ടമായിരിക്കും, കുറച്ച് പേർക്ക് കുറച്ച് എന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും എനിക്ക് ഈ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെട്ടു, വീഡിയോ ഇഷ്ടപ്പെട്ടു, കാർഡ് ഇഷ്ടപ്പെട്ടു, എല്ലാം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനേ ഞാൻ പറയുള്ളൂ. ഡെഫിനറ്റ് ആയിരിക്കും, വേറൊരു ഫീലായിരിക്കും. അതങ്ങനെയാണ്. ബൈ. എൻ്റെ ജ്യൂസ് കഴിഞ്ഞു.